ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയുടെ ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൃപയിൽ മറച്ച് ഇന്ന് രാവിലെയും പുതിയ ആഴ്ചയുടെ ആദ്യ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവേ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, അങ്ങയുടെ വിടുതലുകളെ ഓർത്ത്, പ്രാർത്ഥനകളുടെ മറുപടികളെ ഓർത്ത് ഇന്ന് രാവിലെയും അങ്ങയെ സ്തുതിപ്പാൻ ഒരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ. ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അങ്ങയ്ക്ക് പ്രസാദമായി തീരട്ടെ കർത്താവേ. ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സാക്ഷ്യം പറയുന്നത്, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നതെല്ലാം അങ്ങയ്ക്ക് സുഗ്രാവാസനയായി, യാഗമായി അങ്ങ് സ്വീകരിച്ച് അങ്ങയുടെ പ്രസാദം പ്രാപിച്ചവരായി മുഖപ്രസാദത്തോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഇടവരുത്തുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യാത്രകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നാട്ടിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് രാവിലെയും അങ്ങയുടെ നാമത്തെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഇന്നലെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. നാടിൻ്റെ പ്രദേശത്ത് കഷ്ടമനുഭവിക്കുന്ന ജനവിഭാഗത്തെ ഓർക്കുന്നു കർത്താവേ. കർത്താവ് അവരോട് കരുണ ചെയ്യണമേ. അങ്ങ് മനസ്സലിവുള്ള ദൈവമാണല്ലോ. അങ്ങ് സകല സൃഷ്ടിയുടെയും ദൈവമാണല്ലോ. അങ്ങ് കരുണയുടെ കരം അവരുടെ മേൽ നീട്ടണമേ കർത്താവേ. രാവിലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വസ്ഥതയ്ക്കായി, സമാധാനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ധൈര്യത്തോടെ ഞങ്ങളുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ അവരെ വീണ്ടും സഹായിക്കണമേ കർത്താവ്. ഇന്ന് രാവിലെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല കർത്താവേ, അങ്ങയുടെ മുഖശോഭ കണ്ടങ്ങേ നമസ്കരിപ്പാൻ, യാഗമായി ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ അർപ്പിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ശബ്ദം കേട്ട് ബലം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഇടവരുത്തുമാറാകണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഏകാഗ്രതയോട് തിരുസന്നിധിയിൽ ഞങ്ങളെ ഇരുത്തിക്കാട്ട്. വിശുദ്ധ അലങ്കാരത്തോടെ അങ്ങേ നമസ്കരിപ്പാൻ കൃപ ചെയ്യുമാറാകണം. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥനകരുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഈ നല്ല കർത്താവിനെ ഒന്നുകൂടെ പൂർണ്ണ ശക്തിയോടെ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും അവിടുന്ന് നമ്മെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കൂട്ടി വരുത്തിയല്ലോ. രാവിലെ നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വന്ദനത്തെ പറയുന്നു. ദൈവദാസന്മാർക്ക് വന്ദനത്തെ പറയുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ പറയുന്നു. ഒരുമിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 98-ാം സങ്കീർത്തനം, 98-ാം സങ്കീർത്തനം, സാം നമ്പർ 98. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലം കൈയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. സമുദ്രവും അതിന് നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം. അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവിൽ അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. ഇന്ന് രാവിലെയും ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കൈ, അവൻ്റെ വിശുദ്ധ ഭുജം ജയം അവന് നേടിയിരിക്കുന്നു. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം, അത്ഭുതം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പാപികളായിരുന്ന നമ്മെ അവിടുത്തെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ച് തിരഞ്ഞെടുത്ത് വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് ഭക്തന്മാരുടെ മുമ്പിൽ, ഹല്ലേലൂയ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ദൈവസഭയുടെ ഭാഗമാക്കി തീർത്തത് അത് എന്നും ഒരു അത്ഭുതമാ. ഹല്ലേലൂയ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം. കൂടാതെ അനുദിന ജീവിതത്തിൽ അവിടുന്ന് നമ്മെ അത്ഭുതകരമായാണ് നടത്തുന്നത്. നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി അത്ഭുതകരമായിട്ടാണ് നൽകി തരുന്നത്. നമ്മെ ജയോത്സവമായി നടത്തുന്നത് അവിടുത്തെ അത്ഭുതമാ. ഈ അത്ഭുതവനായ ദൈവത്തെ ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം.
ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഉള്ളിൽ നിന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഈ അത്ഭുതമായി നമ്മെ നടത്തുന്ന കർത്താവ്, ജയം നൽകി തരുന്ന കർത്താവ്, വിടുതലോടെ നടത്തുന്ന കർത്താവ്, ജയോത്സവമായി നടത്തുന്ന കർത്താവ്, വീര്യഭുജമുള്ള കർത്താവ്, നീതിമാനായ കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നത് അത്ഭുതമായവൻ എന്നാണ് അവന്റെ പേര്. അത്ഭുതമായവൻ. നമ്മുടെ കർത്താനദാസിന്റെ ഒരു മെസ്സേജ് ആണല്ലോ അത്ഭുതം. അവന്റെ പേര് അതിശയം എന്നാണ്. അത്ഭുതമായവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തുതികൾ ജയത്തിന്റെ ധ്വനികളാണ്. അവൻ നമുക്ക് നൽകി തന്ന ജയമുണ്ട്. അവന്റെ വീര്യഭുജം നമുക്ക് വേണ്ടി ജയം നൽകി തന്നതാണ്. ഹല്ലേലൂയ. അത്ഭുതമായവൻ പേർ ചൊല്ലി വിളിച്ച തൻ പ്രിയ ജനങ്ങളെ, അത്ഭുതമായവൻ പേർ ചൊല്ലി വിളിച്ച തൻ പ്രിയ ജനങ്ങളെ, സ്തുതിക്കാം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സ്തുതികൾ ജയത്തിൻ ധ്വനികളല്ലോ. സ്തുതിക്കാം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സ്തുതികൾ ജയത്തിൻ ധ്വനികളല്ലോ. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്ക് സ്തുതി. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്ക് സ്തുതി. ദിനം നമുക്കവൻ ധാരാളമായി തന്നല്ലോ, നാം ഒന്നായി ഘോഷിച്ചിടാം. ഈ ദിനം നമുക്കവൻ ധാരാളമായി തന്നല്ലോ, നാം ഒന്നായി ഘോഷിച്ചിടാം. സൗഖ്യവും ബലവും ശാന്തിയും തന്ന് നിത്യവും വഴി നടത്തുന്നതിനാ. സൗഖ്യവും ബലവും ശാന്തിയും തന്ന് നിത്യവും വഴി നടത്തുന്നതിനാ. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്ക് സ്തുതി. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്ക് സ്തുതി. കഷ്ടതകൾ മറന്നുല്ലസിച്ചിടും കർത്താവിൻ കുഞ്ഞുങ്ങളെ. കഷ്ടതകൾ മറന്നുല്ലസിച്ചിടും കർത്താവിൻ കുഞ്ഞുങ്ങളെ. ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൻ അമിത ബലം ധരിക്കാം. ദുഷ്ടന്റെ തന്ത്രം പോരാടി ജയിപ്പാൻ കർത്താവിൻ അമിത ബലം ധരിക്കാം. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. സ്തുതിച്ചിടുന്നേ, ഞങ്ങൾ സ്തുതിച്ചിടുന്നേ. സ്തോത്രം പാടി പുകഴ്ത്തിടുന്നേ. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്ക് സ്തുതി. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനേ നിനക്ക് സ്തുതി. നിശ്ചയമായി നമ്മെ തേജസ്സിൽ ചേർപ്പാൻ കർത്താവ് വേഗം വരും. നിശ്ചയമായി നമ്മെ തേജസ്സിൽ ചേർപ്പാൻ കർത്താവ് വേഗം വരും. നിത്യമല
കർത്താവേ നിനക്ക് സ്തുതി. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. മൂപ്പന്മാരുള്ളതുമില്ലാതെ ദൈവത്തെ സ്തുതിക്കുന്നു. സാരാഭരണമുള്ളതുമില്ലാതെ ദൈവത്തെ സ്തുതിക്കുന്നു. ഏഴുകളായ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തന്നെ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ അത്യുന്നതനെ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ ബലമുള്ള വീര്യമുള്ള ഭുജം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ഭുജം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം അഭിമുഖീകരിക്കുന്ന ഏത് വിധത്തിലുള്ള വിഷയങ്ങളുടെ നടുവിലും നമ്മെ ധൈര്യത്തോടെ നിർത്തുന്ന ചിന്ത, ഞാൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്നവനാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവനെ മരണത്തെ ജയിച്ചവനാണ്. മരണത്തിന്റെയും ജീവന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നല്ല കർത്താവിനെ, ജീവനുള്ള ദൈവത്തെ ഒരിക്കൽ കൂടെ ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ, ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാൽ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും. ഹല്ലേലൂയ ആമേൻ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുൻപിൽ മഹത്വത്തിനാ. മന്നീലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുൻപിൽ മഹത്വത്തിനാ. ഓ ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. എന്റെ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. മന്നീലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുൻപിൽ മഹത്വത്തിനാ. ഓ മന്നീലല്ലൻ നിത്യവാസമെന്നേശുവിൻ
യേശുവിൻ മുൻപിൽ മഹത്വത്തിനായി ഇനി വിണ്ണിൽ ആ വീട്ടിൽ ചെന്ന് പ്രത്യാശ. ഹല്ലേലൂയ. Praise the Lord. Oh hallelujah. Hallelujah. യേശു കർത്താവ് ജീവിക്കുന്നു. Hallelujah. Hallelujah. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം. ഹല്ലേലൂയ. Praise the Lord. Oh hallelujah. Hallelujah. യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ നാം സേവിക്കുന്നത് കൊണ്ട് ജീവനുള്ളവനായ ജീവൻ പ്രാപിച്ചവൻ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. Oh hallelujah. Hallelujah. യേശു കർത്താവ് ജീവിക്കുന്നു. Hallelujah. Hallelujah. യേശു കർത്താവ് ജീവിക്കുന്നു. Hallelujah. 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 നമ്മുടെ യേശു ജീവിക്കുന്നു. Hallelujah. 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 മരണത്തിന്റെ വിഷപ്പല്ല് തകർത്ത് ജീവനുള്ളിൽ പകർന്നു തന്ന് ജീവനുള്ളവരായ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. 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 We praise you Lord. Praise you Lord. Praise you Lord. Thank you Lord. Thank you Lord. Thank you Lord. Hallelujah. 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 ഹല്ലേലൂയ. 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 കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ഉപകാരങ്ങളെ ഓർത്ത് അവന്റെ വിടുതലുകളെ ഓർത്ത് അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാകിയാൽ അവൻ നമുക്ക് വേണ്ടി അത്ഭുതകരമായ ജയം നൽകി തന്നതിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 ഒരിക്കൽ പോലും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് അവിടുത്തെ ക്രൂശിനെ ഓർക്കാതെ നാം മടങ്ങിപ്പോകരുത്. നമ്മെ അവിടുത്തെ പുത്രനായി മക്കളായി യോഗ്യന്മാരാക്കിയത് അവിടുത്തെ ക്രൂശ് മരണമാണ്. ആ ക്രൂശിന്റെ ചിത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകരുത്. പാട്ടുകാരൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ദോഷിയാം എന്നെ തേടിയോ ക്രൂശ് വരെയും അങ്ങ് താണു. ഹല്ലേലൂയ. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. 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 പ്രാണനെ നൽകി ഞങ്ങളെ സ്നേഹിപ്പാൻ ഈ പാപിയിൽ കണ്ടത് എന്തു നീ. ഹല്ലേലൂയ. ദോഷിയാമെന്നെ തേടിയോ ക്രൂശു വരെയും താണു നീ. ദോഷിയാമെന്നെ തേടിയോ ക്രൂശു വരെയും താണു നീ. പ്രാണനെ നൽകി സ്നേഹിപ്പാൻ ഈ പാപിയിൽ കണ്ടതെന്തു നീ. പ്രാണനെ നൽകി സ്നേഹിപ്പാൻ ഈ പാപിയിൽ കണ്ടതെന്തു നീ. നിൻ മഹാ സ്നേഹമേശുവേ എൻ മനസ്സിൻ ആഘാതമേ. എന്നിൽ നിൻ സ്നേഹകാരണം എന്നറിവിൻ അതീതമേ. നിൻ മഹാ സ്നേഹമേശുവേ എൻ മനസ്സിൻ ആഘാതമേ. എന്നിൽ നിൻ സ്നേഹകാരണം എന്നറിവിൻ ആദി. ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹം ഞങ്ങളോട് കാട്ടിത്തരുവാൻ അതെനിക്ക് മനസ്സിലാകുന്നതിനും അതീതമാണ്. അതീതമാണ്. ഹല്ലേലൂയ. 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 ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും ആരാധനയായി നമ്മെ തന്നെ സമർപ്പിച്ച്
കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ജോസ് ലൂക്കോസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി. ഒരു മനസ്സോടെ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ആയുസ്സും ആരോഗ്യം തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ചക്കാലടികളെ കൺമണി പോലെ സൂക്ഷിച്ച് വിധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഈ പുതിയ മാസത്തിന്റെ ഹല്ലേലൂയ ഈ ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യത്തെ സൺഡേയിലെ കർത്താവേ അടിയങ്ങൾക്ക് ഒത്തൊരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ 7 മാസക്കാലം അടിയങ്ങളെ കൺമണി പോലെ സൂക്ഷിച്ചു. എത്രയോ അനർത്ഥങ്ങള്, ആപത്തുകള്, രോഗങ്ങള്, പ്രയാസങ്ങള്, കഷ്ടതകള്, ഹല്ലേലൂയ, നിരാശകള്, ഭാരങ്ങള്, ഹല്ലേലൂയ, ബുദ്ധിമുട്ടുകള്, ഹല്ലേലൂയ കർത്താവേ കടന്നു വന്നുവെങ്കിലും, ഹല്ലേലൂയ എത്രയോ ആപത്തുകൾ, അനർത്ഥങ്ങൾ കടന്നു വന്നുവെങ്കിലും ആയുസോടെ ആരോഗ്യത്തോടെ നിങ്ങളെ നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പകൽ കർത്താവേ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, കിടക്കയിലായിരിക്കുന്നവരുണ്ട്, കഷ്ടതയിലായിരിക്കുന്നവരുണ്ട്, നിരാശയിലായിരിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ അതിവചനം അതിവേഗം ഓടുന്ന വചനം അയച്ച് വിടുവിക്കേണ്ടതിനായി ഈ സഭയായി നിങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീ. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയൊരു അവസ്ഥയിലേക്ക്, പുതിയ ഹല്ലേലൂയ, ഹല്ലേലൂയ ജീവിതത്തിന്റെ ആമേ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ, കഴിഞ്ഞ ദിനങ്ങളെക്കാൾ അടിങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പുതിയൊരു പാട്ട് പാടി പുതിയൊരു അനുഭവത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിന്റെ ആമേ അവസ്ഥയിലേക്ക് ആമേ ദൈവത്തെ ഹല്ലേലൂയ അടിങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ആമേ, യേശു ജീവിക്കുന്നതുകൊണ്ട് അടിങ്ങളും ജീവിക്കുന്നു. ഹല്ലേലൂയ, യേശു ക്രിസ്തു ഉയർത്തതുകൊണ്ട് അടിങ്ങൾ കർത്താവേ ജയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ആദ്യോടുന്ന ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ. പാടുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ആമേ, ഹല്ലേലൂയ, ദേവദാസനായി ബലപ്പെടുത്തിയതിനായി സ്തോത്രം. നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം, നല്ല ആമേ സാക്ഷ്യത്തിനായി സ്തോത്രം, ഹല്ലേലൂയ, നല്ല വചനത്തിനായി സ്തോത്രം. ദേവദാസനെ ബലപ്പെടുത്തുമാറാകണമേ. ആദ്യോടുന്ന ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ. ഈ സഭയെ ഹോള് കർത്താവ് പരിസരത്തെ ദൂതന്മാരെ കാവൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ, ഹല്ലേലൂയ കർത്താവേ. ആദ്യോടും ആമേ അനർത്ഥങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ആർക്കും ഉണ്ടാകുകയാകാതെ വണ്ണം ആമേ ഈ ആരാധന വരുന്ന ഒരാഴ്ചക്കാലം ജീവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം, ശക്തീകരിക്കണം, കൃപയിൽ താങ്ങണമേ. അടിയങ്ങൾ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. മാനവമഹത്വം അർപ്പിക്കുന്നു. വരവിലായിരിക്കണം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിന്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലും സൂമിലുമുള്ള എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഓരോ സൺഡേ കൂടെ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവനേക്കുമുള്ളത്. അതാരാണ് പറയേണ്ടത്? യഹോവ ഭക്തന്മാർ. ഈ രാവിലെ ദൈവത്തിൽ കടന്നു വന്ന് സന്തോഷമുള്ള ഹൃദയങ്ങളോട് ദൈവത്തെ സ്തുതിക്കുക. ദൈവം ഒരുക്കുന്ന സന്ദർഭങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവം നമ്മെ മറിക്കുന്നതോട് ഞങ്ങൾ ദൈവം സ്തുതിക്കും. ബിഫോർ ഐ ഗോ ഫർദർ, ഐ ഇൻവൈറ്റ് അവർ little ones. It's youngsters, yeah, of course. Come forward. Sing like never
Do what is right to other people, love being kind to others, live humbly, and trust your God. If any of you lacks wisdom, you should ask God, who gives generously to all without finding fault, and it will be given to you. James 1 verse 5. Hebrews 3 verse 1 and 2. Therefore, holy brothers and sisters who share in the heavenly calling, fix your thoughts on Jesus, whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. Hebrews 3 verses 1 and 2. Therefore, holy brothers and sisters who share in the heavenly calling, fix your thoughts on Jesus, whom we acknowledge as our apostle and high priest. He was faithful to the one who appointed him, just as Moses was faithful in all God's house. For if while we were enemies we were reconciled to God to the death of his Son, much more, having been reconciled, we shall be saved by his life. Romans 5 verse 10. For you, having been set free from sin and have become slaves of God, you have your fruits of holiness and the end everlasting life. For the wages of sin is death, but the gift of God is eternal life from Christ Jesus our Lord. Romans 6:22 and 23. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഷാജുമോൻ ഡാനിയൽ ഇപ്പോൾ കുഞ്ഞനം 2-ാം അധ്യായം, ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 11 through 13. കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച അതേ വേദഭാഗമാണ്. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11 to 13. For the grace of God that brings salvation has appeared to all men, teaching us that denying ungodliness and worldly lust, we should live soberly, righteously, and godly in the present age, looking for the blessed hope and glorious appearing of our great God and Savior, Jesus Christ. Amen. കഴിഞ്ഞ ആഴ്ച ഈ വേദഭാഗത്തിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 3 വിഷയം. അതിലൊന്ന് മാത്രമാണ് ടച്ച് ചെയ്തത്. ഈ പൗലോസിൻ്റെ ലേഖനങ്ങളെ 4ആയി തിരിച്ച് നമുക്ക് പഠിക്കാം. ഞാനൊരു ക്ലാസ് പോലെ തുടങ്ങുന്നേ ഉള്ളൂ, നിങ്ങൾ ഇച്ചൊന്ന് സഹകരിക്കണം. അതിലൊന്നാണ് കേന്ദ്രീകൃതമായ ലേഖനം, രക്ഷയെ എടുത്തു പറയുന്ന ലേഖനങ്ങൾ. അത് റോമൻസ് 1ഉം 2ഉം, കൊരിന്ത്യൻസ് ആൻഡ് ഗലേഷ്യ. രക്ഷയെ പ്രതിപാദിക്കുന്നില്ല. 2 ക്രിസ്തു കേന്ദ്രീകൃതമായ ലേഖനങ്ങൾ. അത് എഫേഷ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ്. പ്രിസൺ എപ്പിസിൽസ് എന്ന് പറയും അതിനെപ്പറ്റി. അടുത്തത് അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ. അതാണ് കർത്താവ് വരും, സഭ എടുക്കപ്പെടും, പ്രത്യാശയിൽ ജനത്തെ കൊണ്ടുവരുന്ന ലേഖനമാണ് 1, 2 തെസ്സലോനിക്ക. 3 അടുത്തത് സഭാശാസ്ത്രപരമായ ലേഖനങ്ങൾ. സ്തോത്രം. 1ഉം 2ഉം തിമോത്തിയോസ്, ടൈറ്റസ് ആൻഡ് ഫൈലമോൻ. ഇങ്ങനെ 4ആയിട്ട് തിരിച്ചു. ആകെ പൗലോസിൻ്റെ ലേഖനങ്ങൾ 14 ഇൻക്ലൂഡിങ് ഹെബ്രായ ലേഖനം. അതിൽ 10 സഭകൾക്ക് അല്ലെങ്കിൽ സഭകൾക്ക് എഴുതുക. 4 ഇൻഡിവിജ്വലായിട്ട് വ്യക്തികൾക്ക് എഴുതുക. അതിൽ ഒന്നാണ് നാം വായിച്ചത്, തീത്തോസിന് എഴുതിയ ലേഖനം. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ ആ വേദഭാഗത്ത് ഇപ്രകാരം എഴുതിക്കുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ, താഴോട്ട് നമ്മൾ വായിച്ചില്ലല്ലോ, 14 അവൻ നമ്മെ വായിച്ചാൽ
ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കാൻ, പ്രബോധിപ്പിക്കാം. ബാക്കി ശാസിക്കുകയും അത് വായിക്കേണ്ടത് നമുക്ക് ഉള്ളവരോട് പോകും. അതുകൊണ്ട് ഞാൻ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുക, പ്രബോധിപ്പിക്കുക, ശാസിക്കുകയും ചെയ്യുക. ആരും അപ്പം ഇത് പൂർണ്ണ ഗൗരവത്തോടെ പറയേണ്ട വിഷയങ്ങളായത്. തിരുവചനം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന തീത്തോസ് ലേഖനത്തിൽ ഇത് പൂർണ്ണ ഗൗരവത്തോട് പ്രസംഗിക്കുക. ഈ 3 വിഷയത്തിൽ അതിനിട്ട് അതിൻ്റെ മെയിൻ വിഷയം ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സ്തോത്രം. അവൻ സ്നേഹസ്വരൂപനായ ദൈവമാ. പക്ഷെ ഒരു ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളെ സ്നേഹിക്കുമ്പോൾ അവരെ ശിക്ഷിച്ചു വളർത്തും. എന്തിനാണെന്നറിയാമോ? വളഞ്ഞു പോകാതെ നേരെ വളരാൻ. സ്തോത്രം. തിരുവചനം തന്നെയാണ്. നമ്മെ ശാസിക്കുന്ന വചനമുണ്ട്, നമ്മെ ക്രമീകരിപ്പിക്കുന്ന വചനമുണ്ട്, പ്രബോധനമുണ്ട്, പ്രസംഗമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തിരുവചന ധ്യാനം, ബൈബിൾ ക്ലാസ്, പഠനം എഴുതപ്പെട്ടത് ദൈവാത്മാവിൽ വിവേചിച്ച് സംസാരിക്കുന്നു. അത് വളരെ ആവശ്യമാണ്. പലപ്പോഴും ബൈബിൾ ക്ലാസ്സിന് ആൾ കുറവ്. അത് വളരെ ആവശ്യമാണ്. വചനം പഠിച്ചേ പറ്റൂ. പക്ഷേ പ്രസംഗം വേറൊരു രീതിയിലാണ് പോകുന്നത്. അത് ഇന്ന് വന്ന ദൈവജനത്തിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ശുശ്രൂഷകന്മാരാണ്, ശരിയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ പലർക്കും അറിയാം. പക്ഷേ ദൈവാത്മാവിനറിയാം. ദൈവത്വം. അപ്പോൾ പ്രാർത്ഥിച്ച് ലഭിക്കുന്ന തിരുവചനത്തിനകത്ത് ഒരു വ്യക്തിക്ക് പോലും ദൂതില്ലാതിരിക്കയില്ല. നമ്മൾ ഈ ദൂതെന്ന് കേൾക്കുമ്പോഴത്തേക്ക് പ്രവാചകൻ വന്നാലേ ദൂതുള്ളെന്നാണ് നമ്മുടെ ആ വെപ്പ്. പക്ഷേ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്തുനിന്നാണ് ദൂത് വരുന്നത്. സ്തോത്രം. ബൈബിളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വാക്കുണ്ട്, അവൻ യാക്കോബിൽ തൻ്റെ വചനം അയച്ചു. ദൈവം വചനം അയക്കുന്നവനാണ്. എവിടെ പോയി വീണത്? ഇസ്രയേൽ അത് വീണു. അപ്പം അയക്കുന്ന വചനം വീഴേണ്ട എടുത്ത് വീഴും. സ്തോത്രം. അതുകൊണ്ടാണ് തിരുവചനം ധ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ വിഷയങ്ങളെ സ്പർശിച്ചായിരിക്കും എപ്പോഴെങ്കിലും ദൈവാത്മാവ് സംസാരിക്കുന്നത്. നമുക്കറിയത്തില്ല എപ്പോഴാണെന്നുള്ളത്. ഒരു പക്ഷേ ഒന്നും എല്ലാവർക്കും വേണ്ടി ആയിരിക്കില്ല. പക്ഷേ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി കാണും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എടുത്ത ഒന്നാമത്തെ വിഷയം ഇതായിരുന്നു, ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മുടെ ടോപ്പിക്ക് അതാണല്ലോ കഴിഞ്ഞ ആഴ്ച. ഒന്നാമത്തെ വിഷയം ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ്സ് സാൽവേഷൻ. രക്ഷയ്ക്ക് കാരണമായ ദൈവകൃപ. അത് നാം പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ആ രക്ഷ എന്നുള്ളത് പഠിക്കുന്ന തെറ്റില്ല, അങ്ങനെ തന്നെയാണ്, ഒരു തെറ്റുമില്ല. പക്ഷേ അതൊരു അല്പം കൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിച്ചത്, പഴയ നിയമ ഭക്തന്മാർ ആഗ്രഹിച്ച ഒരു വിഷയമുണ്ട്. എന്തുവാ? സിയോനിൽ നിന്ന് രക്ഷ വന്നിരുന്നെങ്കിൽ. 53:6 14:7 സങ്കീർത്തനം. സിയോനിൽ നിന്ന് രക്ഷ വന്നിരുന്നെങ്കിൽ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, എല്ലാം ഫ്യൂച്ചർ ടെൻസ് എഴുതിയിരിക്കുന്നത്, വന്നിരുന്നെങ്കിൽ യാക്കോബ് സന്തോഷിക്കും, ഇസ്രയേൽ ആനന്ദിക്കും. യാക്കോബ് ഒരു വ്യക്തി, ഇസ്രയേൽ ഒരു സമൂഹം. അപ്പോൾ ദൈവഭക്തന്റെ കൂടാരത്തിൽ സന്തോഷവും ആനന്ദവുമുണ്ട്. ഒരു സ്വതന്ത്രം പറയാമോ? അവരുടെ വിഷയ ജീവിതത്തിൽ കഷ്ടതയില്ലെന്ന് ബൈബിളിൽ വചനമില്ല. ഇങ്ങ് വന്നാൽ മതി, എവറിത്തിങ് ഓൾ റൈറ്റ്, ഒരു കുഴപ്പവും കാണത്തില്ല, ദൈവം എല്ലാം ഫ്ലറിഷ് ആക്കുമെന്ന് പറയുന്ന വചനത്തിനില്ല കേട്ടോ. കുഴപ്പം ഉണ്ടെന്ന് പ്രസംഗിക്കുന്ന ഏറ്റവും നല്ലത്. സ്തോത്രം. നിങ്ങൾ പലപ്പോഴും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് കൂടെയുണ്ട്, എവറിത്തിങ് ഓൾ റൈറ്റ് എന്ന് പറയുന്ന ഭാഷമാരല്ല, അവിടെ വെച്ച് കഷ്ടത തുടങ്ങുക എന്ന് പറയുന്ന ഭാഷമാരാ. സ്തോത്രം. ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസം സാക്ഷ്യം കേട്ടില്ലയോ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു കുഴപ്പവുമില്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ പല പ്രശ്നമായി. ഇങ്ങനെയാ വിഷയം. ഞങ്ങൾ ഡൽഹിയിലൊരു ദേവദാസനുണ്ട്, നമ്മുടെ ബിജു പടവത്ത് എന്ന് പറയും, ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നവരാ. കള്ളു കുടിച്ചും കഞ്ചാവ് അടിച്ചും പീരുമേടില്ല എവിടാന്ന് തോന്നുന്നു, അവിടെ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഡൽഹി വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു കഴിഞ്ഞ് വിവരം അറിയിച്ചു, ഞാനിപ്പം ദൈവവൈദ്യനായി. അപ്പം പറയാം, നീ എൻ്റെ മോനല്ലെന്ന്. കഞ്ചാവടിച്ച് വഴി കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ്റെ മോനുമാ എല്ലാമാ. ദൈവവൈദ്യനായപ്പോൾ നീ ഇങ്ങോട്ട് നീ വരണം, നീ എൻ്റെ മോനുമല്ല. നിനക്കറിയാമോ, ആ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടു. ഇതൊക്കെ താൽക്കാലികമല്ലേ, അതൊക്കെ കേട്ട് നമ്മൾ ഭാരപ്പെടുമെന്ന് വേണം. ദൈവമാണ് ഡീൽ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിലെ ഭക്തന്മാർ ആഗ്രഹിച്ചതാ, കർത്താവേ സിയോനിൽ നിന്ന് രക്ഷ വന്നിരുന്നെങ്കിൽ. അപ്പൊ രക്ഷ വന്നാൽ എന്തു ചെയ്യും? സാഹചര്യം ദൈവം അത് പറഞ്ഞില്ല മുമ്പേ അല്ലേ, ദൈവം തന്നെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രക്ഷ വന്നാൽ എന്ത് സംഭവിക്കും? സ്ഥിതി മാറുമെന്ന് ഭക്തന്മാർക്ക് അറിയാവുന്ന ആ കാഴ്ചപ്പാടിൽ അവർ പാടിയ പാട്ടാണ്. 2 ഇടത്ത് എഴുതിയിട്ടുണ്ട്, 53:6 14:7. വായിക്കണ്ട, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറണമെങ്കിൽ രക്ഷ വന്നേ മതിയാകുകയുള്ളൂ. പഴയ നിയമ ഭക്തന്മാരൊക്കെയും പാട്ടുപാടി ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട മൺമറഞ്ഞു. ഇന്നേക്ക് 2024 വർഷത്തിന് മുൻപ്, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ, 2000 വർഷത്തിന് മുമ്പ് ഒരു ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം കാരണം ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. ഒരു ഭക്തൻ പ്രാർത്ഥിച്ചപ്പോൾ അവനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്. എന്താണ് അവൻ പ്രാർത്ഥിക്കാൻ കാരണം? അവൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതല്ല, തിരുവെഴുത്ത് കണ്ടതുകൊണ്ട് പ്രാർത്ഥിച്ചതാണ്. ന്യായപ്രമാണം പകർത്തി എഴുതുന്ന ഒരു ഭക്തൻ. അന്ന് പണ്ട് ചുരുളുകളാണ്, ഇന്നത്തെ പോലെ പ്രിന്റിംഗ് ഒന്നുമില്ല. ഒന്നിന്ന് മേലോട്ട് പകർത്തി എഴുതണം, അങ്ങനെ പകർപ്പാ കൊടുക്കുന്നത്. പകർപ്പ് എഴുതുന്ന ഒരു ഭക്തൻ യെശയ്യാവ് 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ. ഞാനങ്ങ് വിചാരിക്കും, എൻ്റെ ആശയമാണ്, അവനവിടെ നിർത്തിക്കാണും, ഇതിങ്ങനെ സംഭവിക്കുമോ? കന്യക എങ്ങനെയാ ഗർഭിണിയാകുന്നത്? ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. എന്തോ വായിച്ചാട്ടെ, 14. മതി. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. എന്താ അതിൻ്റെ അർത്ഥം? എന്തുവാ? ദൈവം നമ്മോട് കൂടെ. ഇത് ഞാനങ്ങ് വിചാരിക്കുന്ന, ഇവൻ ഇത് കണ്ടു തന്നെ. പഴയ നിയമ ഭക്തന്മാരെല്ലാം മശിഹായെ കാത്തിരിക്കുന്നവരാ. അവര് തിരുവചനത്തിന്റെ പ്രവാചക ശബ്ദം കേട്ട കണക്ക് കൂട്ടി അവർ പ്രാർത്ഥിക്കുന്നവരാ. അതല്ലോ ഹെരോദാവ് പറഞ്ഞത്, ശാസ്ത്രന്മാരെയും പരീശന്മാരെയും വിളിച്ച് യഹൂദന്മാർ രാജാവ് എവിടെയാ ജനിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ. അല്ലെന്ന് പറയുമോ? അപ്പോൾ കാലങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ കൂട്ടിയിട്ട് പ്രവാചക ശബ്ദം കൂടെ ചേർന്ന് എപ്പോഴാണ് മസിഹ അല്ലെങ്കിൽ രാജാവൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പഠിക്കുന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് അത് കന്യക ഗർഭിണിയാകുക സമ്മതിക്കത്തില്ല, അത് പറ്റത്തില്ല, അത് നടക്കത്തില്ല. അവൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ പറയട്ടെ, നിർമ്മല മനസ്സാക്ഷിയോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നും ഇടപെടാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതൻ വന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞത്? നീ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നീ പ്രാർത്ഥിച്ചതിന് മറുപടി നിന്റെ കണ്ണാലെ കാണും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന അറിയണമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, പാസ്റ്റർമാർ പറഞ്ഞാൽ അവരൊക്കെ കംഫർട്ടിങ് സോൺ എന്ന് പറയുന്നവരാ. സാരമില്ല, പ്രാർത്ഥിക്കാം, ദൈവം നമ്മെ സഹായിക്കും. അത് ഞങ്ങളുടെ ഒരു ലാംഗ്വേജാ. അതിൻ്റെ അപ്പുറത്ത് ദൈവാത്മാവിൻ്റെ ആലോചന അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ദൈവം നമ്മളെ ഡയറക്റ്റ് സംസാരിക്കുന്ന വചനങ്ങളുണ്ട്.
അത് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുമ്പോൾ ആരോട് എന്താണ് സംസാരിച്ചെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ കേട്ടവനറിയാം ആ വചനം എന്നോടായിരുന്നു. പല പ്രിയപ്പെട്ടവരും ശുശ്രൂഷകർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഇന്നത്തെ വചനം എന്നോടായിരുന്നു. ഐ ലൈക്ക് ദാറ്റ്. കാരണം കുറഞ്ഞ പക്ഷെ അവർ ഏറ്റെടുത്തല്ലോ. അത് അങ്ങനെ ഏറ്റെടുക്കുന്നെങ്കിൽ ആ വിഷയത്തിൽ ജാഗരിച്ചു പ്രാർത്ഥിക്കണം. എനിക്കറിയത്തില്ല എത്ര നാൾ ആ ഭക്തൻ ശിമയോൻ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പ്രാർത്ഥനയുടെ മറുപടി എന്തുവായിരുന്നു? നിന്റെ കണ്ണ് അടയുന്നതിന് മുമ്പ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, ദൈവത്തിൻ്റെ ഒരാലോചന നിന്നോട് ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നത് വരെ ദൈവം ആയുസ് നീട്ടിത്തരും. വിശ്വസിക്കുന്നവർ മാത്രം ദൈവം സ്തുതിക്കാമോ? നിനക്ക് 100 150 നമുക്ക് വയസ്സാവുമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ദൈവം പറഞ്ഞ ആലോചന നിവർത്തിക്കുന്നത് വരെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്തുവാ? പറഞ്ഞവൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, ഹേരോദാവ് ഉത്തരവിട്ടു. എന്തിനാ? പത്രോസിനെ യാക്കോബിനെ ഇപ്പം കൊന്നു, ഇനി ഇവനെയും എടുത്തില്ല. ആരെല്ലാം ഒരു രാജാവിൻ്റെ ഉത്തരവിന് വിലയില്ലേ? ആരെല്ലാം പറഞ്ഞാലും ഒരു രാജാവ് മുകളിൽ ഇരിപ്പുണ്ട്. അതല്ലയോ വെളിപ്പാട് പുസ്തകം പറയുന്നത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവൻ്റെ പക്കലാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ദുഃഖമുണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ മനുഷ്യരല്ലേ, വേർപാട് ദുഃഖകരമാണ്. പക്ഷെ ദൈവം അനുവദിക്കാതെ സംഭവിക്കത്തില്ല. അത് ചെറുപ്പമോ വലുപ്പമോ മധ്യവയസ്കനോ ആരുമായിട്ട് ദൈവം അറിയാതെ സംഭവിക്കുകയില്ല എന്നൊരു ഭക്തൻ നല്ല ഉറപ്പ് വേണം. സ്തോത്രം. അടുത്തത്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗമുണ്ടായി. ആത്മനിയോഗമുള്ള ആരെങ്കിലും ഉണ്ടോ ഇന്ന്? ആത്മനിയോഗത്താൽ ആലയത്തിലേക്ക് ചെന്നു. അപ്പം ആലയത്തിൽ പോകേണ്ടത് എങ്ങനെയാ? യോഗത്തിന് പോയാൽ ഫെലോഷിപ്പ് കൂടി പോവാം. ആരാധിക്കാൻ പോയാൽ ആത്മനിയോഗത്തിൽ പോകണം. അത് വരുന്നത് മുതൽ പോകുന്നത് വരെയുള്ള ശുശ്രൂഷകൾ ദൈവം സംസാരിക്കും. വചനം മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഒരു പാട്ട്, ഒരു വാക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റും. നിങ്ങൾ ധ്യാനിച്ചൊന്ന് പാടി നോക്കി, അതിനകത്തും നമ്മുടെ ദൂതുണ്ട് ഉണ്ട്. ഞാൻ പറയുന്നുണ്ട്, ആരാധന എന്ന് പറയുന്നത് 2 പാട്ടിൽ ഒതുങ്ങുന്നതല്ല. പ്രാർത്ഥന ഒരാരാധനയാണ്, പാട്ടുപാടുന്നത് ഒരാരാധനയാണ്, വചന ശുശ്രൂഷ ഒരാരാധനയാണ്, നീ ദൈവസേനയിൽ നടന്ന് പോകുമ്പോൾ നിന്റെ ഹൃദയം പകരുന്നതും ഒരാരാധനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ആത്മനിയോഗത്താൽ ചെന്നു. നമുക്കറിയാമല്ലോ എന്താ അവൻ പറഞ്ഞത്. ഈ ലൂക്കോസ് 2:26 വായിച്ചേ. പരിശുദ്ധാത്മാവിനാൽ എന്ത് അരുളപ്പാടുണ്ടായ? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ്. മരണം കാണത്തില്ല. അടുത്തത് ഇനി 27 ഒന്ന് വായിച്ചേ. അത് ഞാൻ വായിക്കുന്നല്ലയോ. അവൻ ആത്മനിയോഗത്താൽ ഇതൊക്കെ എത്ര ദൈവത്തിൻ്റെ അറ്റാച്ച്മെന്റ് നോക്കി. ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് വരുന്നു. ഇവൻ നേരത്തെയും പോയില്ല, അവർ താമസിച്ചും വന്നില്ല. സ്തോത്രം പറയാം. നിങ്ങൾ നാൽക്കാൽ, എൻ്റെ ഭാഷയാണ്, ആ വഴിയിലൂടെ ഒരുത്തൻ കുടം ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരും. ഓർക്കുന്നുണ്ട്? ആരോട് പറഞ്ഞാണ്? ശിഷ്യന്മാരോടെ. നിങ്ങൾ അങ്ങനെ വാക്കോർക്കുന്നുണ്ട്. വഴിയിൽ അതാ പറഞ്ഞു, ജംഗ്ഷനോട് അത്ര മതി. എനിക്ക് ആ അക്സെന്റ് ഓർക്കുന്നില്ല. അവിടോട്ട് ചെല്ലുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരും. ഏതായാലും കർത്താവ് പറഞ്ഞല്ലേ, ഇച്ചിരി കഴിഞ്ഞേ പോകുന്നുള്ളൂ. അയാളങ്ങ് പോവും. പറഞ്ഞ് മനസ്സിലായില്ല നിങ്ങൾ? കുടം ചുമന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ പോകുന്നു, ശിഷ്യന്മാർ ഇങ്ങനെ വരുന്നു. 2 ഒന്നിച്ചു കൂടെങ്കിലേ പെസഹ അറക്കത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലുണ്ടോ?
സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേസിയായിട്ട് ദൈവസ്ഥയിൽ പോകരുത്. ദൈവം പറഞ്ഞതെല്ലാം വ്യക്തമായ ആലോചനയുണ്ട്. സ്തോത്രം. പറഞ്ഞു മനസ്സിലായല്ലോ. അതുകൊണ്ട് നമ്മളോട് ദൈവം സംസാരിക്കാനും ദൈവം നമ്മെ സഹായിക്കാനും വിടുവിക്കാനും ഒക്കെ ഓരോ സമയമുണ്ട്. ആ സമയം എപ്പോഴാണെന്ന് നമുക്കും അറിയത്തില്ല, ആർക്കും ദൈവത്തിനെ അറിയത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ അവൈലബിൾ ആയിരിക്കണം. അതാ വിഷയം. നമ്മുടെ അന്നേരം നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോയി ഫാസ്റ്റ് ഫുഡിൻ്റെ അടുത്ത് പോയാലോ, സംഗതി സ്കിപ്പായി പോകും. അതാ ഞാൻ പറഞ്ഞേ. അത് മറ്റൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കേണ്ടത് പോലെ നാം ആയിരിക്കും. അത് ഞാൻ എൻ്റെ ഭാഷയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഓക്കെ, അവർ രണ്ടുപേരും ഒന്നിച്ചു വന്നു. ഇപ്പോഴോ ഒന്ന് വായിച്ചോട്ടെ, അത് തന്നെ വായിച്ചോട്ടെ. നീ പറഞ്ഞ കർത്താവിൻ്റെ എന്തുവായിരുന്നു ആദ്യം പറഞ്ഞ്, കർത്താവിൻ്റെ ക്രിസ്തുവിനെ എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ അയ്യോ എൻ്റെ കർത്താവിൻ്റെ ക്രിസ്തുവിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? അല്ല, ഇമ്മാനുവേലിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. യേശുവിനെ കണ്ടിരിക്കുന്നു എന്നല്ല പറയേണ്ടത്. എന്തോ പറയുന്നത്? സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷയെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇതാ ദാവീദ് പാടുന്നത്. സിയോനിൽ നിന്ന് രക്ഷ വന്നിരുന്നുവെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ശിമയോൻ ആ ഞാൻ രക്ഷയെ കൊണ്ട് രക്ഷ വന്നാൽ സാഹചര്യം മാറും. അപ്പൊ ആരാ ഈ രക്ഷ? നസ്രയത്തിലെ തച്ചന്റെ മകൻ യേശു. ദൈവം നമ്മോട് കൂടെ. അങ്ങനെയാണെങ്കിൽ അവന്റെ സാന്നിധ്യം അറിയാമെങ്കിൽ അവന്റെ സ്പർശനവും അനുഭവിച്ചറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഐ ആം ഹിയർ ഓർ യു ആർ ഹിയർ ബിക്കോസ് ഹി ഈസ് ഹിയർ. അവനിവിടെ ഉള്ളതുകൊണ്ടാണ്. ആരാധനയിൽ അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പോകരുത് കേട്ടോ. അങ്ങനെ ആണെങ്കിൽ പിന്നെ അത് മെനക്കെട് ദിവസമായി മാറും. ദൈവത്തിൽ കടന്ന ആലയത്തിൽ വരുമ്പോൾ പ്രാർത്ഥനയോട് വരണം, ആത്മനിയോഗത്തോട് വരണം, സമയത്തിന് വരണം, സമയത്തിന് പോകണം. ഒരു സ്വത്തൊക്കെ പറയാമോ? പിന്നെ വന്നാല് അറിയാമോ അറിയാമോ അതല്ല വിഷയം, ആരാധിക്കാനാണ് വന്നത്. സ്വതന്ത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വന്ന വ്യക്തി കാണേണ്ടവനെ കണ്ടിട്ടേ പോകാവുള്ളൂ. ഞാൻ പറയട്ടെ, എന്തുവാ കാണേണ്ടവനെ കാണുന്നത്? കർത്താവിനെ കാണുന്നു. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ ആരെന്ന് അവൻ എന്നോട് പറയും. വേറെ ആരെയും വിവേചിക്കത്തില്ല, അവരുടെ ഇവിടെ കുറ്റം കണ്ടുപിടിക്കത്തില്ല. അവൻ എങ്ങനെ നിൽക്കുന്നത്, അവളെങ്ങനെ നിൽക്കുന്നത്, കൈയടിക്കുന്നുണ്ടോ കണ്ണടയ്ക്കുന്നുണ്ടോ ഇതല്ല വിഷയം. എൻ്റെ കുറവ് കണ്ടുപിടിക്കുന്ന സ്ഥലമാണ്. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. സമരിയ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ തിരിച്ചുപോയി സാക്ഷ്യം പറഞ്ഞതാ. എന്തുവാ? ഞാൻ ആരെന്ന് എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടെത്തി, അവനൊരു പക്ഷേ പ്രവാചകനായിരിക്കും. അതാണ് പ്രവചനം. പ്രവചനം നിന്നെ വലിയവനാക്കെന്ന് പറയുന്നതല്ല, നിന്റെ കുറ്റങ്ങളെ എടുത്ത് പറയുന്ന പ്രവചനം. പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയാ. ജനം പിന്മാറ്റത്തിൽ പോയപ്പോൾ അവരെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകന്മാർ ദൈവം എഴുന്നേൽപ്പിച്ചു. കാരണം വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അതുകൊണ്ട് പ്രവാചകൻ പറയൂ, ശശിയാവും ഇരമ്യാവും ഒക്കെ പറയുന്ന പ്രവചനം എന്തുവായിരുന്നു? അവരെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാ. പൊതുനിയമസഭയിൽ അങ്ങനെ തന്നെ ഉണ്ട്. ആ നിലയിലല്ലെങ്കിലും നമ്മോട് സംസാരിക്കുന്ന, നമ്മുടെ കുറ്റങ്ങളെ മനസ്സിലാക്കുന്ന പ്രവാചകന്മാരാ. വചനവും അതാ. സ്തോത്രം. അതല്ലയോ പ്രബോധിപ്പിക്കണം, പ്രസംഗിക്കണം, ശാസിക്കണം, ഇതെല്ലാം പറയുന്ന അതുകൊണ്ടാ. സ്തോത്രം. മുമ്പോട്ട് പോട്ടെ. അപ്പോൾ രക്ഷ കണ്ടു, രക്ഷയെ കയ്യിലെടുത്തു. പ്രൈസ് ദി ലോർഡ്. കണ്ടവനെ എന്ത് ചെയ്യാം? എടുക്കാമെന്ന്. അതല്ലയോ പറഞ്ഞത്. അതല്ലേ പറഞ്ഞ ഒരു സഹോദരി തോട്ടത്തിൽ വെച്ച് പറഞ്ഞത്, യജമാനെ
നീ ഇത്രയും പറഞ്ഞാൽ മതി, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. എവിടാ കൊണ്ട വെച്ചത്? ഞാൻ അവന് ഇതാരായി പറയുന്നത്? ഒരു ബലഹീന സ്ത്രീ, ഒരു പുരുഷന്റെ ശരീരം 3 ദിവസമായി എടുത്തോണ്ട് പോയിക്കോളാവുന്ന. അതിൻ്റെ ആത്മീയ അർത്ഥമാണ് ഞാൻ പറയുന്നത്. അവനെ എടുക്കണം. ഇവൻ എവിടെ ആയിരിക്കും അറിയാമോ? നിങ്ങൾ എടുത്ത വഹിച്ചു നടന്നാൽ മതി, കൈ കൊണ്ട് എടുക്കണ്ട. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കണം. അപ്പം ഞാൻ നടക്കുമ്പോഴേക്കും അവനെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് അത്ര മതി. കാണുന്നവന് മനസ്സിൽ ജാഗരിച്ചാൽ അവന് ഉള്ളിലുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മോശ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ദൈവം നമുക്കിവിടെ ഒരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. മോശയുടെ വഴിയുടെ അറ്റത്തുള്ള ബലമല്ല, രക്ഷ ഈ ദൈവം യേശുവാ വഴി തുറന്നു. രക്ഷ നീ അനുഭവിച്ചറിയുന്നുവെങ്കിൽ, രക്ഷകരെ മനസ്സിലാക്കുന്നെങ്കിൽ, അടഞ്ഞ വാതിലുകൾ ദൈവം നിനക്ക് തുറക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലുണ്ടോ? വഴിയില്ലെന്ന് മനുഷ്യൻ പറഞ്ഞാൽ അവിടെ വഴി ഉണ്ടെന്ന് ദൈവം പറയും. അവിടെയാ വിശ്വസിക്കുന്നത്. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ഇനി അടുത്തലേക്ക് പോവാ നമ്മൾ. ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. ഇതില്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ അരിഷ്ടരാ. അതിൽ ശരിക്കുള്ള മലയാളം എനിക്ക് ഇതുവരെ പിടികിട്ടില്ല. എന്താ ഈ അരിഷ്ടർ എന്നുള്ളത്? എന്തെങ്കിലും ആട്ടെ. അതൊന്നും അങ്ങനൊന്നും പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭാഗ്യകരമായ പ്രത്യാശ, ഇതല്ലയോ നമ്മെ നിർത്തുന്നത്? ഒരു സ്വതന്ത്രമൊക്കെ പറയണേ. നിങ്ങൾ ഒന്ന് എബ്രായ ലേഖനം 6-ാം അധ്യായം 11 വായിച്ചേ. എബ്രായർ 6:11. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. കർത്താവ് വരുമോ? പിന്നെ വരാതിരിക്കുമോ? പോകുമോ? പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴാ സ്റ്റേറ്റ്മെന്റ് എന്തുവാ? ഈയിടെ ആളുടെ ഉപദേശം പ്രസംഗിക്കുന്നത് കേട്ടു. എനിക്കിതുവരെ അങ്ങനെ ഉറപ്പ് അത് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഈ ആൾ നിൽക്കുന്ന ഇവിടെ? ഞാൻ കേട്ടതാ യൂട്യൂബ്. ഇപ്പം കർത്താവ് വന്നാൽ പോകുന്നുള്ള എനിക്കങ്ങനെ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴേ പ്രത്യാശയുടെ എന്ത് രസമായിരിക്കും ആ വാക്ക്, പൂർണ്ണ നിശ്ചയം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ തന്നിരിക്കുന്ന സമയമായത്. അത് 40, 20, 30, 70 വയസ്സ് കൂട്ടി ആയുസ് കൂട്ടി കിട്ടുന്നത് നമ്മളുടെ ദൈവത്തിന് നീതി ചില നിവർത്തിക്കാൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ എത്ര വർഷമായാലും 50, 60, 70 ജീവിച്ചു, മറ്റ് നിത്യ നഷ്ടപ്പെട്ടാലോ? പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം. അതിനെന്ത് വേണം? ഇടയ്ക്ക് മുൻപോട്ടും പിന്നെ പുറകോട്ടും പറ്റത്തില്ല. ഒരുപോലെ ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഇനി ഉത്സാഹത്തോട് സ്തോത്രം പറയാമോ? ഇച്ചിരി കൂടെ സൗണ്ട് ഉണ്ട്. നമ്മുടെയൊക്കെ ഉത്സാഹം നമ്മുടെ ഫേസ് കണ്ടാൽ അറിയാം. ബോഡി ലാംഗ്വേജ്. നമ്മൾ കൈ നോക്കുന്ന പരിപാടിയൊന്നുമല്ല. ആ ഇരിപ്പും ആ കൈകൊട്ടും. നമ്മുടെ EPS കാര്യമല്ല പറയുന്നത് കേട്ടോ. ഇരിപ്പും. ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴേ ഈ ഹിന്ദിക്കാരെ അവിടെ പോയി കാണേണ്ടതാകട്ടോ. ആ ഇരിപ്പും ആ താല്പര്യവും ആ വചനം കേൾക്കാനുള്ള ആകാംക്ഷയും. ഞങ്ങൾ നാട്ടിലും ഉണ്ട്, നോർത്ത് ഇന്ത്യയിലും ഉണ്ട് മലയാളികൾ. കോഴഞ്ചേരി മാത്രമല്ല. അതുകൊണ്ട് പറഞ്ഞു മലയാളികളെ കാണണമെങ്കിൽ കോഴഞ്ചേരിക്ക് പോകണം. കോഴഞ്ചേരിയല്ല പോയി ഇവിടെയുണ്ട്.
ആ ഒരു സഭയെ മാത്രമേ ഉള്ളൂ വചനം വായിക്കുമ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം പറയുമ്പോൾ ഒറ്റ ഒരു മലയാള സഭയുള്ളവർക്കറിയാം. 175 ചർച്ചുണ്ട് നോർത്ത് ഇന്ത്യ കൃപയാൽ ഞങ്ങൾക്ക്. അതിനകത്ത് ഒറ്റ മലയാള സഭയുള്ളൂ. ഞാൻ ചെല്ലുമ്പോഴൊക്കെ അവിടെയാണ് പ്രശ്നം തീർക്കുന്നത്. ഒരു 2 സൺഡേയിലേക്ക് എന്നെ അവിടെ വിളിക്കും. പാസ്റ്റർ പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നമൊന്ന് ഞാൻ പോയി പ്രസംഗിച്ചാലും ചിലരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അന്നേരം അവർ ബാക്കി സങ്കീർത്തനം വായിക്കുന്നത്. ഒരു സ്വന്തം പറയാം, ദയവ് ചെയ്ത് ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കുഞ്ഞ് സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പേര് വിളിച്ചു പറയും. ഇപ്പം എന്താ വായിച്ച ഉപദേശിക്കുകയും ശാസിക്കും. ഇത് ബൈബിളാ പറയുന്നത്, ശാസിക്കുന്നത്. സ്തോത്രം. പിന്നെ വായിച്ചാൽ മതി. ഇപ്പം അത് വായിച്ച് രക്ഷിക്കപ്പെടുമൊന്നും വേണ്ട. സ്തോത്രം. സന്തോഷം, ഉത്സാഹങ്ങൾ. ഞാൻ പറഞ്ഞില്ലയോ, അയ്യോ അവറാച്ചൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് കണ്ടില്ലയോ? ഏതാ അവറാച്ചനാ? ആ പോക്ക് കണ്ടാലേ മറ്റേത് പിന്നെ പറഞ്ഞാൽ ഇത് ആദ്യം അവൻ്റെ കാര്യം ഒന്ന് ഡീൽ ചെയ്യട്ടെ. വന്നത് സോദോമിന് നാശം പറയാനാ. പക്ഷെ ഇവന്റെ പോക്ക് കണ്ടപ്പോഴത്തേക്ക് അബ്രഹാം ഇങ്ങ് വന്നേ. അടുത്ത വർഷം 25 വർഷം പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി. നമ്മളെ പ്രാർത്ഥന മറുപടി വെറുതെ എന്ന് പറഞ്ഞാൽ കാര്യമാകത്തില്ല കേട്ടോ. സഭയോട് പറയണമോ നല്ലതാ. നിന്നെ കൂടെ ദൈവം നോക്കും. നിന്റെ ആത്മീയത്തിന് തീഷ്ണതയും ആത്മീയത്തിന് ഉത്സാഹവും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ആരാധനയ്ക്ക് വരുന്നതും എല്ലാം നോക്കുന്നേ. ഒരു നല്ല സ്വന്തം പറയാം, പാസ്റ്റർ വരുന്നതിന് മുമ്പ് ഇവിടെ പാർക്കിങ്ങിലോട്ട് നിൽക്കുന്നവരുണ്ട്. അത്ര നല്ല സഭയായത്. ചിലർക്ക് എന്നെ വിചാരിക്കും ഞാൻ വരുന്നില്ലല്ലോ എന്നാ. വേണ്ട, നിങ്ങൾ വരണ്ട. വരുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. ഒരു സ്വന്തം പറയാമോ? കുറഞ്ഞ വട്ട കർത്താവെ അധികം ഡ്രൈവ് ചെയ്യാതെ അടുത്തൊക്കെ കിട്ടിയ സഭയ്ക്കായി സ്വതന്ത്രം പറയാം. നല്ല സ്വതന്ത്രം പറഞ്ഞില്ല. ഇത്രേ ഉള്ളൂ. ബാക്കി പിന്നീട് പറയാം. ഹല്ലേലൂയ. സോറി. അപ്പോൾ എന്ത് ചെയ്യാൻ വായിച്ചത്? ഇനിയും എബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം. എന്താ പ്രത്യാശയില്ലാത്തവൻ അരിഷ്ടൻ എന്ന് പറയാൻ കാരണം? ഈ ലോക ജീവിതത്തിൽ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. കപ്പലിന് ഏറ്റവും ഇളകാ നിർത്തുന്നത് എന്തുവാ? നങ്കൂരമാ. എത്ര പടുക്കൂറ്റൻ കപ്പലായാലും ഏത് വിൻഡടിച്ചാലും ഇളകത്തില്ല. എന്താ? നങ്കൂരം. നമുക്കുണ്ട് നങ്കൂരം, പ്രത്യാശയുള്ള നങ്കൂരം. എവിടെ ഇട്ടിരിക്കുന്നത്? തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക്. ഒരു സ്വന്തം പറയണേ. തിരശ്ശീലയ്ക്ക് അപ്പുറം എവിടെ ഉണ്ട്? നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എവിടേക്ക് പോയിരിക്കുന്നോ അവിടെയാ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമല്ലയോ? ഇതിന്റെ നിഴലായി ഈ ഭൂമിയിൽ മഹാപുരോഹിതന്മാർ ഉണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ആദ്യം അവന്റെ പാപത്തിനു വേണ്ടി ഒരു യാഗം കഴിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അതിനുശേഷം ജനത്തിന്റെ പാപത്തിനു വേണ്ടി രക്തം ചുമന്നുകൊണ്ട് ഹോളി ഓഫ് ഹോളീസിലേക്ക് പോകണം. അവിടെയും ഏതെങ്കിലും പാപം ഇവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവനവിടെ മരിച്ചു വീഴും. ദൈവ സാന്നിധ്യമായത് കേട്ടോ. പഴയ നിയമ ഭക്തൻ യാഹുവേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞിട്ട് ആരാ പറഞ്ഞു ഓർക്കുന്നില്ല. യാഹുവേ എന്ന് അവർ വായിൽ വാക്കെടുക്കുന്നില്ലെന്ന്. അത്ര ഭയമാ, അത്ര ഭയം. അവിടുത്തോട് പോയി ഇനി വേറെ ഒരു അവനവിടെ പാപനിമിത്തം മരിച്ചു വീണാൽ വേറൊരാളോട് ഇപ്പം കയറിയെടുക്കാൻ പറ്റത്തില്ല. അവനെന്ത് ചെയ്യും? മഹാതലപ്പണികളും മണികളും അവൻ്റെ വസ്ത്രത്തിലുണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ അവൻ അവിടെയുണ്ട്. ഒരു സ്തോത്രം എന്ന് പറയാമോ?
അവൻ ഇവിടുന്ന് പോയ ഒരു ദിവസമുണ്ട്. ഞാൻ പോകുന്നു. യേശുക്രിസ്തു ഉയർത്ത് എഴുന്നേറ്റ് ഞാൻ പോയി. അവനവിടെ ഉണ്ടെന്നുള്ള തെളിവെന്നതാ on the day of Pentecost. സ്വർഗത്തിൽ മഹാശബ്ദമുണ്ടായി. That means he is there. ഒരു നമ്മുടെ കർത്താവുണ്ടല്ലോ, അവൻ ചത്തുപോയവനൊന്നും അല്ല, ജീവിക്കുന്നവനാ. He lives, അവൻ ജീവിക്കുന്നു. നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം അവനായിട്ടിരിക്കുന്നത് ഈ ലോക ഗവൺമെന്റിലൊന്നുമല്ല. ഒരു നല്ല പാട്ടുണ്ട്, അത് ഞാൻ അങ്ങ് ഞാൻ തന്നെ പാടാൻ വേണമെങ്കിൽ. പാസ്റ്ററിനെ സഹായിക്കത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ട്യൂണും അദ്ദേഹത്തിൻ്റെ ട്യൂണും വേറെയാ. ബിക്കോസ് he lives, all fear is gone. Because He holds the future, and life is worth the living just because he lives. താൻ വാഴുകയാലാകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയല്ല തൻ കയ്യിൽ ഓർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. Because he is there. നമ്മുടെ നങ്കൂരം അവിടെയാ, പ്രത്യാശയുടെ നങ്കൂരം. ലോകമിളകിയാലും ഭക്തൻ ഇളകരുത്. ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാലും ഭക്തൻ ഇളകരുത്. നമ്മുടെ ആശ്രയം സോഷ്യൽ സെക്യൂരിറ്റിയിലല്ല, നമ്മുടെ ആശ്രയം നങ്കൂരപ്പെട്ട് അവിടെ ഇരിക്കുക. നാളെ എന്ന ഭീതിയില്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറയാനുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ അവന്റെ കയ്യിലാ. നമ്മൾ പഠിക്കണം മക്കളെ, പക്ഷെ ഫ്യൂച്ചർ ദൈവം ആഗ്രഹിക്കുന്നു. Because he lives, I can face tomorrow. പല ഇംഗ്ലീഷ് ഭാഷ ഒന്നും സഹായിക്കാമോ? Because he lives, I can face tomorrow because he lives. All fear is gone. All fear is gone because I know he holds the future. And life is worth the living just because he lives. Praise the Lord. കണ്ടവനെ ഹോൾഡ് ചെയ്താൽ നിന്നെ അവൻ ഹോൾഡ് ചെയ്യും. പറഞ്ഞു മനസ്സിലാക്കുക സ്തോത്രം. കണ്ടവനെ ഹോൾഡ് ചെയ്താൽ നിന്റെ ഭാവി അവൻ ഹോൾഡ് ചെയ്യും. വിശുദ്ധ ആഗ്രഹമുണ്ടോ? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ ഹോൾഡ് ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന തെറ്റല്ല, പാരൻസിന്റെ ആഗ്രഹം തെറ്റല്ല, പക്ഷെ ചെയ്യുന്നവൻ അവനാ. നമുക്കറിയാമല്ലോ ശലോമോൻ പറഞ്ഞ വാക്ക്, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്. ദൈവത്തിന്റെ കൗൺസിൽ, യഹോവയുടെ ആലോചന നിവർത്തിയാകും. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാ. ഇന്ന് പകരം ഈ വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ദൈവം ചെയ്യുമെന്ന്, ദൈവം ചെയ്യും. വിടരുത്, ദൈവം ചെയ്യും. കാരണം നമ്മുടെ ആങ്കർ അപ്പുറത്താ. എബ്രായലേഖനം 10-ാം അധ്യായം, Hebrews chapter 10 verse 23. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക.
അത് വിടരുത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ബൈബിളിൽ വാക്യമാണ്, ചിലർ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. എന്താ എന്താ അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ല. ഒന്ന് ശാന്തമായി ചിന്തിച്ച്, എത്രയോ പ്രാവശ്യം അവിശ്വസ്തരായിട്ടൊന്നും ഉണ്ട്. പല തീരുമാനങ്ങൾ എടുത്തിട്ട് നിവർത്തിക്കാതെ പോയിട്ടില്ലേ? പ്രാർത്ഥനയുടെ ജീവിതം, ആരാധനയുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം. ചില സിറ്റുവേഷനിൽ നാം പല തീരുമാനമെടുക്കും, കുറച്ച് കഴിഞ്ഞ് പലപ്പോഴും പലതും മറന്നു പോയിട്ടുണ്ട്. അവൻ തന്നെ മറന്നിട്ടില്ല കേട്ടോ. ബിക്കോസ് he is faithful. അവൻ വിശ്വസ്തനാ. സാഹചര്യം മാറുമ്പോൾ സ്വഭാവം മാറ്റുന്നവനല്ലവൻ. ഈ ദൈവത്തെ കണ്ടുമുട്ടിയതല്ലയോ വലിയ ഭാഗ്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വാഗ്ദത്തം ചെയ്തവനെ കേറി അങ്ങ് പിടിച്ചോണം. അവൻ വിടത്തില്ല, ആരെല്ലാം വിട്ടാലും. ആൻഡ് താഴോട്ടെന്ന് പറയട്ടെ, glorious appearing of our great God. വാക്യം ഒന്ന് വായിച്ചത്. തേജസ് അല്ലല്ല, അതിന് മുമ്പ് അതിന് മേളിൽ ഇച്ചോട് മേളിൽ മഹാദൈവം. ഈ ചുമ്മാ ഈ ഉണങ്ങി സ്വതന്ത്രം പറയേണ്ട ദൈവം അല്ല ഇത്. നമ്മുടെ ദൈവത്തെ പോൽ മതി. പാട്ട് ബാക്കി അറിയാമല്ലോ, പാടിക്കാൻ വീട്ടിൽ പോയി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവമില്ലെന്നേ. ഈ ലോകത്തിൽ പിൻപറ്റാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, നമ്മുടെ ദൈവമാ. 10 തലയും 10 കൈയും 2 സ്ഥലം വരെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ടേ ടെമ്പിൾ ഉണ്ടാക്കാൻ അറിയായ്മയുടെ കാലത്ത്. സന്ദർഭത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നാട്ടിലൊക്കെ പള്ളിക്ക് സ്ഥലം കൊടുത്ത ടെമ്പിളിന് സ്ഥലം കൊടുത്ത ആളാ. കൃപയാൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ, അവന്റെ പേരെന്തുവാ? മഹാദൈവം. യോബ സാക്ഷിക്കാർക്ക് വീട്ടിൽ വന്ന് യേശു ദൈവം എന്നൊക്കെ പറഞ്ഞു കളയും. അത് ഏതാ വാക്യം? അവർ വാക്യം കൊടുത്ത് കാണിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ആ പാസ്റ്ററോടും ചോദിക്കട്ടെ, ചൂളിപ്പോവല്ലേ? ഞാൻ 5 മിനിറ്റ് എടുത്തോട്ടെ. എടുത്തോളാം കേട്ടോ. മതിയോ എന്നുള്ള വിഷയം. ഇനിയും ആരും ഉറങ്ങരുത്. ഇതുവരെ ആരും ഉറങ്ങിയില്ല. കാര്യം എവിടെ പറയുന്നത് ഇതുവരെ ആരും ഉറങ്ങിയില്ല. 5 മിനിറ്റോട് എടുക്കുന്നു പറയുമ്പോൾ ആരും ഉറങ്ങരുത് ഞാൻ പറഞ്ഞു. ഒരാൾ ചോദിച്ചു, പാഷ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നത്? ഞാനല്ലേ ഇവിടെ നിൽക്കുന്നേ. എനിക്ക് എല്ലാവരും വേണം ബോട്ടിലേ. കയ്യും തലയും സ്തോത്രം. എവിടെയാണ് നിർത്തിയത്? മഹാദൈവം. നമുക്ക് മറുപടി നമ്മുടെ കയ്യിൽ കാണണമെന്ന്. ആരെയാ സേവിക്കുന്നത്? അവൻ ദൈവം അല്ലെന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഉണ്ടോ? എവിടെ നിന്നറിയ? ഒന്ന് വായിക്കാമോ? അല്ലല്ലോ, ഞാൻ പറയുന്നത് വായിച്ചാൽ മതി. 1 തിമോത്തിയോസ് 3:14 ഒന്ന് വായിച്ചേ. 14 മുതൽ. 1 തിമോത്തിയോസ് 3:14 മുതൽ.
അപ്പൊ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണ്ടായോ? അതുകൊണ്ടൊക്കെ ആ സമയത്തിൽ വരാത്ത എന്താ എന്താ വരാത്ത എവിടെയാണെന്ന് ചോദിക്കുന്നത്. കാരണം ഇത് ദൈവസഭയാമാലയം. അടുത്ത് നോക്കണം. അവൻ ആര്? യേശു ജഡത്തിൽ വെളിപ്പെട്ടു. അടുത്ത് ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇവൻ ദൈവമാണോ? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തവൻ. ജഡത്തിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ക്ലിയർ ആയിട്ട് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നു. ഇതൊരു മർമ്മമാ. അങ്ങനെ ഇരിക്കുന്നത് എന്ന ദൈവ ഭക്തിയുടെ മർമ്മം. ഈ നടക്കുന്ന അതെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. വന്നു ഇന്നും പെട്ടെന്ന് മഹാദൈവം ആരാധനയ്ക്ക് വരുമ്പോഴുണ്ടല്ലോ ആരെയും ആരാധിക്കുന്നു പറയാൻ അറിഞ്ഞോണം വരാൻ. ഇവൻ മഹാദൈവമാ, മഹാദൈവമാ, ഇവൻ മഹാദൈവമാ, മഹാദൈവമാ. ഹല്ലേലൂയ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. glorious appearing of our great God and Savior Jesus Christ. തേജസ്സിന്റെ പ്രത്യക്ഷത അത് നടക്കും. എബ്രായലേഖനം 9:26 9:26. മതി. അവൻ ലോക അവസാനത്തിങ്കൽ എന്ന് പറഞ്ഞാൽ അവസാനമല്ല, കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടു. സ്വന്തം യാഗം കൊണ്ട് എന്ത് ചെയ്തു? പരിഹാരം വരുത്തി. ശ്രദ്ധിക്കണം. ആ വാക്കൊക്കെ വളരെ ആഴം വരുന്നതാ. സ്വന്തം യാഗം കൊണ്ട് എന്ത് വരുത്തുക? ഏറ്റവും വലിയ കടം വീട്ടി. ഈ ഭൂമിയിൽ പറയുന്ന രോഗമൊന്നുമല്ല വലിയ രോഗം. മെഡിക്കൽ സയൻസ് പറയുന്ന ക്യാൻസറോ ഹാർട്ട് അറ്റാക്കോ മറ്റൊന്നുമല്ല വലിയ രോഗം. പാപരോഗമാ വലിയ രോഗം. Praise the Lord. സ്വന്തം യാഗം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയെങ്കിൽ, ശ്രദ്ധിക്കണമേ, ഏറ്റവും വലിയ വിഷയത്തിന് അവൻ പരിഹാരം വരുത്തിയെങ്കിൽ നിന്റെ ചെറിയ വിഷയത്തിനും അവൻ പരിഹാരം വരുത്തും. അവന് വലുതൊന്നുമില്ല കേട്ടോ, വലുതൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കരുത്. മരിച്ച ശരീരത്തെ ചൂടുമാറാത്ത ആ പെങ്കൊച്ചും മരിച്ച മഞ്ചത്തിന്മേൽ എടുത്തുകൊണ്ട് പോകുന്ന യുവാവും 4 ദിവസമായ ലാസറും 3 പേരെയും ഉയർപ്പിക്കാൻ ഒരു വാക്ക് മതി. നമുക്കാണ് ക്യാൻസർ വരുന്നത്, തലവേദന ചെറുത്. അവൻ എല്ലാത്തിനും പരിഹാരം അവന്റെ പക്കലുണ്ട്. എന്താ കാര്യം? പാപപരിഹാരം വരുത്തിയില്ലേ? ഇതിന് വലിയ രോഗം വല്ലതും ഉണ്ടോ? പാപപരിഹാരം വരുത്തിയെങ്കിൽ എല്ലാ വിഷയത്തിനും പരിഹാരമുണ്ട്. നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരിക്കലായി വന്നു, ഒരിക്കലായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ എഴുതിയിരിക്കുന്നേ, പ്രത്യക്ഷനായി. പാസ്റ്റ് ടെൻസാ.
അത് അനുഭവിച്ചറിഞ്ഞവരാ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത്. അവൻ വന്നതിന് എന്താ തെളിവ്? എന്നെ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ മതി. പ്രാഗൽഭ്യത്തോടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. യേശു എന്നൊരാളില്ല, അവൻ വന്നിട്ടില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിന് സാക്ഷിയായെന്ന് പറയാൻ ആത്മീയ തൻ്റെ വേണം. ഞാനൊരു ദൈവവൈതലാണെന്ന് കൂടെ ജോലി ചെയ്യുന്നവരൊന്ന് അറിയട്ടെ. ലോ ഹല്ലേലൂയ. ഏതായാലും ഞാൻ പെന്തിക്കോസ്തുകാരനാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പെന്തിക്കോസ്തുകാരനാണെന്നാ കൃപയാൽ ആരും അറിഞ്ഞില്ലെന്ന്. എന്തോ കൃപയാ? അത്ര ഞാൻ ആ സാക്ഷി. എന്തുവാ? എൻ്റെ പാപത്തിന് അവൻ പരിഹാരം വരുത്തി. ഇനിയും പാപിയായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരും പറയരുതേ. നാം ദൈവമക്കളാ. ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പാപിയായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. പാപിയല്ല, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവൻ ദൈവം മകൻ മകൾ. ആരാ ദൈവം? പരിശുദ്ധന്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ അവൻ പ്രത്യക്ഷനായത് എന്തിനാ? നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. 2 അറിയാമല്ലോ, 24:9-24. മതി. അപ്പൊ സ്വർഗത്തിൽ പോയി പ്രത്യക്ഷനായി. എന്റെ വിഷയം നിങ്ങൾ നോക്കിയ തേജസ്സിന്റെ പ്രത്യക്ഷത വിഷയം. അപ്പൊ ആ വിഷയം കേന്ദ്രീകരിച്ച് പറയുന്നത്, 1 അവൻ ഭൂമിയിൽ പ്രത്യക്ഷനായി. എന്തിനു വേണ്ടിയാ? പാപപരിഹാരത്തിന് വേണ്ടി. 2 സ്വർഗത്തിൽ പ്രത്യക്ഷനായി. ഒരു സ്വന്തം പറയണേ. അതേ മുമ്പ് പറഞ്ഞത്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പോയതുപോലെ ആ മഹാപുരോഹിതന് ആണ്ടുതോറും ഒരു യാഗം അർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവൻ ഒരിക്കലായി. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഒരിക്കലായി യാഗമായി അവൻ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി. ഹല്ലേലൂയ. എന്താ എടുക്കുന്നേ? നമുക്ക് വേണ്ടി മധ്യസ്ഥത. ജീവിതയാത്രയിൽ നീ ദൈവസന്നിധി വിട്ടുപോയപ്പോഴും നിന്നെ വിടാതെ നിനക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച ഒരു ദൈവം അവൻ അവിടെ ഉണ്ട് കേട്ടോ. കോടാലി മരത്തിൻ്റെ കീഴെ വെച്ച് വെട്ടാൻ പിതാവ് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, പുത്രൻ മുന്നോട്ട് വെട്ടരുത്, ഞാൻ രക്തം കൊടുത്തതാ. പറഞ്ഞു മനസ്സിലായോ? വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചപ്പോ നോ, ഞാൻ രക്തം കൊടുത്തതാ. അതാ മധ്യസ്ഥത. ഇന്ന് പകരം ഇവിടെ ആയിരിക്കുന്ന നാം വന്നതല്ല, ദൈവം കൊണ്ടുവന്നതാ. നാം എല്ലാവരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല. വി ആർ ഹ്യൂമൻ ബീയിങ്. കുറവുകളുണ്ട്. പക്ഷേ ഒരുവൻ അവിടെയുണ്ട്. ആരെന്നറിയാമോ? രക്തം തന്നവൻ, വിലയ്ക്ക് തന്ന് മേടിച്ചവൻ, സ്വന്തമാക്കിയവൻ. വെട്ടിക്കളയരുത്. നിത്യതയ്ക്ക് വേണ്ടി ഞാൻ ഇവനെ മേടിച്ചതാ. And the last point, 28. അവിടെ ആ വാക്യം ഒന്ന് വായിച്ചാൽ, അവൻ പാപം കൂടാതെ. അപ്പം നേരത്തെ ഉണ്ടാകും പാപം ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു, പക്ഷെ അതൊരു മിസ്റ്റേക്ക്. അങ്ങനല്ല. അത് തനിക്കായി പാപം കൂടാതെ കാത്ത് നിൽക്കുന്നവർ രക്ഷയ്ക്കായി. അതതിൻ്റെ യഥാർത്ഥ ലിപി. തനിക്കായി പാപം കൂടാതെ കാത്തു നിൽക്കുന്നവൻ.
അവരുടെ രക്ഷയ്ക്കായി. ഒരു നല്ല സ്വതന്ത്രം പറയാം. അങ്ങനെയാണെങ്കിൽ ആർക്ക് വേണ്ടി അവൻ ഇനിയും പ്രത്യക്ഷനാകുന്നത്? ഈ ദിവസങ്ങളിൽ ആകാശമേഘങ്ങളിൽ കാഹളം ധ്വനിക്കും. അവൻ പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകും. ആദ്യ പാപ പരിഹാരത്തിനു വേണ്ടി അവൻ പ്രത്യക്ഷനായെങ്കിൽ അവന്റെ രക്തം മൂലം വീണ്ടെടുക്കൽപ്പെട്ട ആ ഭക്തന്മാർക്ക് വേണ്ടി അവൻ വീണ്ടും വരും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവൻ എല്ലാവർക്കും വേണ്ടിയും മരിച്ചു. എല്ലാവർക്കും വേണ്ടിയും, ജാതി മത ഭേദമന്യേ ഒന്നുമില്ല. പക്ഷേ അവൻ മടങ്ങി വരുന്നത് പാപം കൂടാതെ. തനിക്കു വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ലോർഡ്. എല്ലാവരും ശാന്തമായിട്ട് ഈ വചനം ഒന്ന് ധ്യാനിക്കാമോ?